താങ്കളുടെ വാദം അതൊരു സ്വകാര്യ പരിപാടിയാണ്. നാളെ കോഴിക്കോട് ടൗൺ ഹാൾ RSSന്റെ പരിപാടിയിൽ RSSന്റെ ചിത്രം കൊണ്ടുവച്ചാൽ നിങ്ങൾ തടയുമോ എന്നുള്ളതാണ്. അത് ഞാൻ മുഖവിലക്കെടുക്കുന്നു. അത് സ്വകാര്യ പരിപാടിയിൽ വെക്കേണ്ടതാണ്. അത് RSSന്റെ അനുഭാവികളുടെ വീടുകളിലോ അവരുടെ കാര്യാലയങ്ങളിലോ അവിടെയൊക്കെ വെക്കേണ്ടതാണ്. അതല്ലാതെ അതുകൊണ്ട് രാജ്ഭവനിൽ വെക്കേണ്ടതല്ല എന്ന് താങ്കൾ പറയുകയല്ലേ VP? അതിന്റെ പ്രോട്ടോകോളും അതിന്റെ കേസൊക്കെ മാറി നിൽക്കട്ടെ. ഞാൻ പറയുന്നത് എന്റെ പൂർണ്ണമായ ബോധ്യം രാജ്ഭവനിൽ ഭാരതാംബയുടെ ഈ ഫോട്ടോ, ഇപ്പൊ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഇത് വെക്കുന്നതിൽ ഒരു പ്രോട്ടോകോൾ ലംഘനവും ഇല്ല എന്നാണ് എന്റെ പൂർണ്ണമായ ബോധ്യം. ഇനി കേരള ഹൈക്കോടതി പറയുകയാണ് അതിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. ഇവർക്ക് ആർക്കെങ്കിലും എന്തൊരു കേസ് ഫയൽ ചെയ്ത്, അതാ ഞാൻ പറയുന്നത്. ഞങ്ങൾ 3-4 ദിവസമായി ഇത് പറയുന്നത്. പ്രോട്ടോകോൾ ലംഘനം ഉണ്ടോ? നിങ്ങൾ എത്ര കേസ് ഗവർണർക്കെതിരെ കൊടുത്തു? നിങ്ങൾ ഫയൽ ചെയ്യപ്പാ, ഒന്ന് കാണട്ടെ, തീരുമാനമാവട്ടെ. ലെറ്റ് ഇറ്റ് ദെയർ ബി എ ഡിസിഷൻ, ഒരു ഫിനാലിറ്റി വരട്ടെ. മുഖ്യമന്ത്രി തന്നെ ഒഫീഷ്യലി ഗവർണറെ അറിയിക്കാൻ പോകുന്നു. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾക്കപ്പുറം ഇത്തരത്തിലുള്ള മറ്റ് പ്രതീകാത്മകമോ അല്ലാത്തതോ ആയ രാഷ്ട്രീയമോ അല്ലാത്തതോ ആയ മറ്റു ചിഹ്നങ്ങൾ കൊണ്ടുവെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഒഫീഷ്യലി അറിയിക്കാൻ പോകുന്നു. അതിന്റെ കൂടെ തുടർച്ചയിലാക്കിയോ സ്വകാര്യ പരിപാടി എന്നൊക്കെ പറഞ്ഞ് ആ ചിത്രം കൊണ്ടു നടക്കൽ? ശ്രീ VP, കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിയുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ പോയിട്ട് ഭാരത് മാതാ ടെമ്പിൾ ഇനോഗ്രേറ്റഡ് ബൈ ഇന്ദിരാഗാന്ധി ഇൻ ഹരിദ്വാർ എന്നൊന്ന് അടിച്ചു നോക്കണം. 1983 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധി ഹരിദ്വാറിൽ ഒരു ഭാരതമാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പിലെ പ്രതിമ എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഇന്നാളും ഇത് കാണിച്ചതാ. ഇത് കോൺഗ്രസ്സുകാർ ഇതൊക്കെ കാണണം. സിംഹാരൂഢയായി കയ്യിൽ കാവി പതാകയും പിടിച്ച് കാവി സാരിയും ധരിച്ച്, ഇപ്പോൾ എന്താണോ ഗവർണറുടെ രാജ്ഭവനിലും ഇന്ന് ആ സെനറ്റ് ഹാളിലും വെച്ച ഫോട്ടോ, അതേ ചിത്രം, അതേ ഭാരതാംബ, ഇത് നിങ്ങളുടെ നേതാവ് ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തതാ. പ്രധാനമന്ത്രിയായിരിക്കെ 83 പ്രധാനമന്ത്രിയായിരിക്കെ. അപ്പോൾ ഇതൊന്നും മറക്കരുത് കോൺഗ്രസ്സുകാരാ. അധികമൊന്നും ആയിട്ടില്ല. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് രണ്ടാമത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പക്വതയും പാകതയും വന്ന ഇന്ദിരാഗാന്ധി അവർ ചെയ്തതാ. അപ്പൊ ഇത് ഇന്ദിരാഗാന്ധി അംഗീകരിച്ചതാണ്. ഇതേ ക്ഷേത്രം, ഇതുപോലത്തെ ഒരു ക്ഷേത്രം മഹാത്മജി ബനാറസിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഷ്ഠയാണ്, പ്രാർത്ഥനയ്ക്കുള്ളതാണ്, അല്ലേ? ആരാധനയ്ക്കുള്ളതാണ്.